ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ കുറച്ച് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം ഔട്ട്ലൈൻ നമുക്ക് ഫില്ല് ചെയ്യണം. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഡാർക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് സ്കൈ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫേസും കാര്യങ്ങളൊന്നും വരച്ച് വലിയ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഹെയറും ഡ്രസ്സും ഫ്ലവേഴ്സും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിങ്ക് പോർഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും കൂടെ സ്കൈന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് നമുക്ക് സ്കൈ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഗ്രാസ് ലാൻഡ് ഫില്ല് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ലൈറ്റ് ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ ലെമൺ യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഏതെങ്കിലും റൗണ്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് യെല്ലോ കളറിൽ ലെമൺ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫ്ലവേഴ്സ് ദൂരെ കാണുന്ന രീതിയിൽ ഫ്ലവേഴ്സ് പോലെ തോന്നിക്കാൻ വേണ്ടി ജസ്റ്റ് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് യെല്ലോ ഫ്ലവർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലവേഴ്സ് ആയാലും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹെയർ ഫില്ല് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു കാഡ്മിയം യെല്ലോ എന്ന് പറഞ്ഞ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഹെയർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുള്ളൂ. ആദ്യം ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കളർ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ സാപ്പ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ഡ്രസ്സ് ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് കൈൻ്റെ പോർഷനും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ആദ്യം ഡ്രസ്സിൻ്റെ പോർഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഞാനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ലെമൺ യെല്ലോയും യൂസ് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ ബാക്കിലുള്ള ബോയ്ക്കും അതുപോലെ ഡ്രസ്സിലുള്ള പ്ലീറ്റ്സിനൊക്കെ ജസ്റ്റ് ഹൈലൈറ്റ്സ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൺസ് ഡ്രസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ സ്റ്റാർട്ട് ചെയ്യാം. ഹെയറിന് വേണ്ടി ഞാനിവിടെ ബേൺസിയന എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഹെയർ സ്ട്രാൻഡ്സ് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു കേളി ഹെയർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഡെപ്ത് തോന്നിക്കാൻ വേണ്ടി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള ബേൺഡ് അംബർ എന്ന് പറഞ്ഞ ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് ഷൈനിങ് പോലെ തോന്നിക്കാൻ വേണ്ടി ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് യെല്ലോൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷൈൻ കിട്ടുന്ന ഭാഗത്ത് ഹൈലൈറ്റ്സും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗോൾഡൻ ഹെയറിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഹെയറിന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹെയറിന് മാത്രമല്ല നമ്മൾ ബോഡിക്കും ലൈറ്റ് ആൻഡ് ഷാഡോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ലൈറ്റ് വീഴുന്ന ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡും അതുപോലെ സ്കിന്നിന് ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഷാഡോസ് വീഴുന്ന ഭാഗത്തും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിലുള്ള ഫ്ലവേഴ്സിൻ്റെ പോർഷൻ ഫില്ല് ചെയ്യാം. ആദ്യം ഫ്ലവേഴ്സിൻ്റെ ലീഫിൻ്റെ പോർഷനാണ് ഫില്ല് ചെയ്യുന്നത്. ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൺഫ്ലവറാണ് ഇവിടെ വരയ്ക്കുന്നത്. സൺഫ്ലവറിൻ്റെ നടുക്കിലത്തെ പോർഷനിൽ കുറച്ച് ബ്രൗണും കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യെല്ലോയും വൈറ്റും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിൽ പെറ്റൽസ് വരച്ച് നമുക്ക് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്